കഥ ടേപ്പ് റെക്കോർഡർ. എഴുതിയത് ഷാനു സമദ്. ആബിദേ, എന്താ അപ്പോൾ പെട്ടെന്ന് ഉപ്പാക്ക് പറ്റിയേ? ICUവിൻ്റെ മുൻപിലിരിക്കുന്ന ആബിദിൻ്റെ അടുത്ത് ചെന്ന് ജബ്ബാർക്ക ചോദിക്കുമ്പോൾ അവൻ തളർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഉപ്പാൻ്റെ കയ്യിൽ ഒരു പഴയ ടേപ്പ് റെക്കോർഡർ ഉണ്ടായില്ലേ, അത് എൻ്റെ മോനെടുത്ത് കളിച്ച് അതിലുണ്ടായിരുന്ന ഒരു കാസറ്റിൻ്റെ വള്ളി പൊട്ടിച്ച്. അത് കണ്ടപ്പോൾ ഉപ്പാക്ക് ആധി കയറി. എൻ്റെ ജീവനാണ് അത് എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കരഞ്ഞ് പിന്നെ ബോധം കെട്ട് വീണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല. എന്നാലും എന്തിനാണ് ഉപ്പ ഒരു പഴയ ടേപ്പ് റെക്കോർഡറിന് വേണ്ടി ഇങ്ങനെ? പാട്ട് കേൾക്കാനാണെങ്കിൽ ഞാൻ പുതിയ ഒരു CD പ്ലെയറോ മൊബൈലോ മേടിച്ച് കൊടുക്കൂലേ? ഇത് പഴയ ഒരു ടേപ്പ് റെക്കോർഡറും കുറേ മുഹമ്മദ് റാഫിയുടെ പാട്ടുള്ള കാസറ്റുകളും ഓർക്കം വരണ വരെ അതും വെച്ച് കിടക്കും. മോനെ, ഞാനും എൻ്റെ ഉപ്പയും സമപ്രായക്കാരാ. ഗൾഫിൽ ഒരുമിച്ചുണ്ടായൊരു. ഇന്നത്തെ ഗൾഫല്ല അന്ന്. ഒരു കത്ത് വരണമെങ്കിൽ മാസങ്ങളെടുക്കും. ആ കാലത്തുള്ളവർക്ക് പ്രണയവും വിരഹവും നോവും എല്ലാം അകറ്റിയിരുന്നത് റാഫി സാഹബിൻ്റെയും കിഷോർ കുമാറിൻ്റെയും പാട്ടുകളായിരുന്നു. ആ ഓർമ്മകൾ കൊണ്ടാവും ഉപ്പ ജീവനെ പോലെ ആ പഴയ ടേപ്പ് റെക്കോർഡറും കാസറ്റുകളും 24 മണിക്കൂറും കൂടെ കൊണ്ടു നടക്കുന്നത്. ആബിദ് വീട്ടിൽ ചെന്ന് ഉപ്പയുടെ അലമാര തുറന്ന് കാസറ്റുകളിൽ നിന്ന് ഒന്നെടുത്ത് ആ പഴയ ടേപ്പ് റെക്കോർഡറിൽ ഇട്ടു. ബഹാരോം ഭൂല് ബർസാവോ മേരാ മെഹബൂബ് ആയാ. റാഫി സാഹിബ് അതിനുള്ളിലിരുന്നു പാടി. പാട്ട് കേൾക്കുന്നതിനിടയ്ക്കാണ് ഭദ്രമായി പൊതിഞ്ഞുകെട്ടിയ ഒരു കൂട്ടം കാസറ്റ് ആബിദ് കണ്ടത്. അതെടുത്ത് അതിലൊരു കാസറ്റ് അവൻ പ്ലേ ചെയ്തു. ആയിഷ, അനക്ക് സുഖാണെന്ന് കരുതണ്. ഉപ്പയുടെ ശബ്ദം. ഞാൻ അബുദാബിയിൽ സുഖമായി അൽബ ടൈലേഴ്സിൽ ജോലിക്ക് നിൽക്കണ്. എഴുത്തും വായനയും അറിയാത്ത ഞാൻ എങ്ങനെ നിനക്ക് കത്തെഴുതുന്ന സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് കൂടെ ജോലി ചെയ്യണ കോയാക്ക ഇവിടെ പലരും ചെയ്യണ ഈ വഴി പറഞ്ഞു തന്നത്. മൂപ്പരുടെ ടേപ്പ് റെക്കോർഡറിൽ നിന്നാണ് ഞാനിത് റെക്കോർഡ് ചെയ്യണത്. ആദ്യത്തെ ശമ്പളം കിട്ടിയ ഈ കാസറ്റിനൊപ്പം എൻ്റെ ഐഷൂനും ഒരെണ്ണം വാങ്ങി കൊടുത്തയക്കാം. എന്നിട്ട് ഇതിന് മറുപടി റെക്കോർഡ് ചെയ്ത് കാസറ്റ് ഇവിടേക്ക് വരുന്നവരുടെ കയ്യിൽ കൊടുത്തു വിടണം കേട്ടാ. പിന്നെ അബുദാബിയിലെ അലൈൻ എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ ചുറ്റും മരുഭൂമിയാണ്. കുറച്ച് വീടുകളേ ഉള്ളൂ, കുറച്ച് കടകളും. രാത്രി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ടേപ്പ് റെക്കോർഡറിൽ റാഫി സാഹബിൻ്റെ പാട്ടും വെച്ച് ഞങ്ങളെല്ലാവരും പുറത്തിരിക്കും. മേരി മോഹബത്ത് തേരി ജവാനി എന്ന റാഫി സാഹബിൻ്റെ പാട്ടും ആകാശത്തിൽ നിലാവും കാണുമ്പോൾ എൻ്റെ തട്ടട്ട മുഖമാണ് ഓർമ്മ വരിക ഐശു. അപ്പോൾ എനിക്ക് എന്നെ കാണാൻ തോന്നും. 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിരുന്ന് നിലാവ് നോക്കി നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കണം ഈ പാട്ട്. ഇനി മറുപടിക്ക് ശേഷം ഇൻഷാ അല്ലാ എൻ്റെ സ്വന്തം അബ്ദുക്ക. ഉപ്പയുടെ ശബ്ദത്തിന് ശേഷം മേരി മൊഹബത്ത് തേരി ജവാനി എന്ന റാഫി സാഹിബിൻ്റെ പാട്ട് മുഴുവൻ ആബിദ് കേട്ടു. അവൻ വല്ലാതായി. ആബിദ് അടുത്ത കാസറ്റ് എടുത്തിട്ടു. പ്രിയപ്പെട്ട ഇക്കാക്ക്. ഉമ്മയുടെ ശബ്ദം. തൻ്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയ തൻ്റെ ഉമ്മയുടെ ശബ്ദം. ആബിദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു.
ജബ്ബാർക്ക വന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞ്. ഇതിലൂടെ ഇക്കാൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. നിങ്ങളെ കാണാൻ തോന്നുന്നു. ഇപ്പോൾ നിലാവുള്ളപ്പോൾ റാഫി സാഹബിൻ്റെ ആ പാട്ട് വെച്ച് ഞാനും ജനലിലൂടെ നിലാവ് നോക്കിക്കിടക്കും ഇക്കാനെ ഓർത്ത്. ഇത്രയും സങ്കടപ്പെട്ട് പാടാൻ റാഫി സാഹബ് ദുബായിൽ ജോലി ചെയ്യുന്ന ആളാ? പിന്നെ നമ്മുടെ മോൻ വയറിനകത്തിരുന്ന് കുറുമ്പ് കാട്ടാൻ തുടങ്ങി. അത് കാണാൻ നിങ്ങൾ അടുത്തില്ലാന്ന സങ്കടം എനിക്ക്. റാഫി സാഹബിൻ്റെ പാട്ട് അവനും കേൾക്കുന്നുണ്ടാവൂല്ലേ? ഞാൻ കിടക്കാൻ പോവാൻ നേരത്ത് എന്നും ഇക്ക ഗൾഫിലേക്ക് പോകണമെന്ന് ഊരിയിട്ട ഷർട്ട് ഇല്ലേ, അതിട്ടാണ് കിടക്കാറ്. ഓൻ്റെ വാപ്പ ഓൻ്റെ കൂടെ ഉണ്ടെന്ന് ഓനും അറിയട്ടെ എന്ന് വിചാരിച്ച്. അത് മാത്രമല്ലട്ടാ, ആ ഷർട്ട് ഇട്ട് കിടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിടക്കണ മാതിരിയാ. കരച്ചിൽ വരുന്നിക്ക. ഇനി എല്ലാം മറുപടിക്ക് ശേഷം എന്ന് സ്വന്തം ഐശു. സങ്കടത്തോടെ ആബിദ് അടുത്ത കാസറ്റ് പ്ലേ ചെയ്തു. റാഫി സാഹബിൻ്റെ ക്യാ ഹുവാ തേരാ വാദാ എന്ന് തുടങ്ങുന്ന പാട്ടിന് ശേഷം അവൻ ഉപ്പയുടെ ശബ്ദം കേട്ടു. ഐശു, ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. മരുഭൂമിയിലെ പൊള്ളണ ചൂടിലും ഉള്ളു തണുപ്പിക്കണത് അൻ്റെയും എൻ്റെ ആബിദ് മോൻ്റെയും ശബ്ദം കേട്ടപ്പോഴാണ്. ഓൻ ഉപ്പ ഉപ്പാന്ന് വിളിക്കണത് കേൾക്കുമ്പോൾ കാണാൻ കരൾ പെടേണ്. റാഫി സാഹബിൻ്റെ പാട്ട് മൂളി അവനെ നെഞ്ചിൽ കിടത്തി ഉറക്കാൻ കൊതിയാവണ്. പിന്നെ അതിൻ്റെ തലവേദന കുറവില്ലെങ്കിൽ ടൗണിലെ ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ കാണിക്കുക. അടുത്ത കടയിലെ ആൾ നാട്ടിൽ വരുമ്പോൾ അതിനും കൂടിയുള്ള കാശ് ഞാൻ കൊടുത്തേക്കാം. ടൗണിൽ പോകുമ്പോൾ സ്റ്റുഡിയോയിൽ കയറി അൻ്റെയും മോൻ്റെയും ഒരു ഫോട്ടോയും കൂടി എടുത്ത് ഇവിടേക്ക് വരുന്നവരുടെ കയ്യിൽ കൊടുത്തു വിടണം. കടയിൽ നല്ല തിരക്കുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത പെരുന്നാളിന് ഒന്നിച്ച് കാണാൻ വിധിയാകട്ടെ. എൻ്റെ സ്വന്തം അബ്ദുക്ക. ടേപ്പ് റെക്കോർഡറിൽ തു മേരാ സപ്പുനോ കി റാണി ബനേഗി എന്നും തുജ്കോ പുക്കാരേ മേ എന്നൊക്കെ പാടുന്നതിനൊപ്പം കാസറ്റിലൂടെ ഉമ്മയുടെ ശബ്ദത്തിലൂടെ നാട് വളർന്നതും റോഡ് വന്നതും നാട്ടിലെ തെരഞ്ഞെടുപ്പും അന്നത്തെ അടിയന്തരാവസ്ഥയിലെ നാളുകളും നാട്ടിലെ ജനനവും മരണവും കല്യാണങ്ങളും ഒക്കെ ഉപ്പയെ അറിയിക്കുന്നത് ആബിദ് കേട്ടു. അലൈനിലെ തൻ്റെ ആൽബ ടൈലേഴ്സിൻ്റെ ചുറ്റും വളർന്നതും കെട്ടിടങ്ങൾ വന്നതും അടുത്ത് കുറേ പുതിയ കടകൾ വന്നതും അബുദാബിയിലെ 3-ൽ ഇപ്പോൾ കവികളാണെന്ന ഉപ്പയുടെ തമാശയും ആബിദ് ഉപ്പയുടെ ശബ്ദത്തിലൂടെ കേട്ടു. പിന്നെ ഉപ്പയുടെയും ഉമ്മയുടെയും വിരഹവും പ്രണയവും കരുതലും സ്നേഹത്തിൻ്റെ വാക്കുകളായി ടേപ്പ് റെക്കോർഡറിലൂടെ അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അതിനൊപ്പം റാഫി സാഹിബും പാടുന്നുണ്ടായിരുന്നു. ബഹാരോ ഭൂൽ ബർസാവോ മേരാ മെഹബൂബ് ആയാ. പൊതിഞ്ഞു വെച്ച കാസറ്റുകൾ കേട്ടു തീർന്നു. മകൻ പൊട്ടിച്ച കാസറ്റ് കയ്യിലെടുത്ത് ആബിദ് ഒന്ന് നോക്കി. പിന്നെ ആബിദ് ആ കാസറ്റിൻ്റെ പൊട്ടിയ വള്ളികൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് ആ കാസറ്റ് ടേപ്പ് റെക്കോർഡറിൽ ഇട്ട് പ്ലേ ചെയ്തു. ഇക്ക, നിങ്ങൾക്ക് സുഖം എന്ന് കരുതണു. എനിക്ക് നിങ്ങളെ കാണാൻ തോന്നണു. ഡോക്ടർമാർ പറയണത് നിക്കിനി. പിന്നെ ആബിദ് കേട്ടത് ഉമ്മയുടെ കരച്ചിലാണ്. ഉമ്മയുടെ ശബ്ദം ഇടറിയിരിക്കുന്നു. പടച്ചോൻ്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോകാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല എൻ്റെ ആബിദ് മോനെ ഖാനി തനിച്ചാക്കി. എന്നാലും സാരല്ല, ലീവിന് വരുന്ന കുറച്ച് നാളെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായ ആ ദിവസങ്ങൾ മതി. ചിലപ്പോൾ ഇക്ക നിങ്ങൾ വരുമ്പോഴേക്കും
ഞാൻ ഒരിക്കൽ കൂടെ കൊളക്കടവിനടുത്ത് കൈതോലക്കരികിൽ വെള്ള മണലിൽ ഇങ്ങടെ നെഞ്ചിൽ ചേർന്ന് റാഫി സാഹബിൻ്റെ പാട്ടും കേട്ട് കിടക്കാൻ കൊത്തിയിട്ട് പഠിച്ചോ വിധിയാക്കുമെന്ന് അറിയൂല. അധികം സംസാരിക്കാൻ വയ്യേക്ക. പിന്നെ ഒരു കരച്ചിൽ മാത്രമാണ് ആബിദ് കേട്ടത്. ടേപ്പ് റെക്കോർഡർ ഓഫായി കഴിഞ്ഞപ്പോൾ ആബിദിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഉപ്പാനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരാൾക്ക് വേണമെങ്കിൽ കാണാം. ആബിദ് ഉപ്പയുടെ ബെഡിനടുത്തെത്തി ഉപ്പയുടെ അടുത്ത് അവൻ കൂടെ കരുതിയ ടേപ്പ് റെക്കോർഡർ എടുത്തു വെച്ച് പ്ലേ ചെയ്തു. അതിൽ റാഫി സാഹിബ് പാടുന്നുണ്ടായിരുന്നു. യേ ദുനിയാ मेरा महफिल मेरे काम की नहीं मेरे काम की नहीं.